ഇപ്പോൾ നീ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പലരും നിന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവം സംസാരിക്കുക, ഈ ദിവസങ്ങളിൽ ഞാൻ അകന്നു നിൽക്കുവല്ല, നിന്നോട് അടുത്തു നിൽക്കുക. ദൈവത്തിന് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് സംസാരിക്കാനുള്ളത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ പദ്ധതിയും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വാക്യം, ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നോട് സംസാരിക്കുക. ഇപ്പോൾ നീ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പലരും നിന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവം സംസാരിക്കുക, ഈ ദിവസങ്ങളിൽ ഞാൻ അകന്നു നിൽക്കുവല്ല, നിന്നോട് അടുത്തു നിൽക്കുക. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് ദൈവത്തിന് സ്തോത്രം, നിന്നെ അനുഗ്രഹിക്കും. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഇതും നിന്റെ സമയമാണ്, നീ അനുഗ്രഹിക്കപ്പെടേണ്ട സമയമാണ്. എന്റെ ഗതികേട് എന്ന് മാറും, എന്റെ ശാപാവസ്ഥ എന്ന് മാറും, എന്റെ പരാജയം എന്ന് മാറുമെന്ന് 100 ചോദ്യങ്ങളുമായി ഒത്തിരി പ്രാർത്ഥനകളിൽ വന്നുകൂടിയ, അല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിലരോട് ദൈവം സംസാരിക്കുക. പലരും നിന്നെ ഉപേക്ഷിച്ച് മാറിപ്പോയി, നീ സ്നേഹിച്ച പലരും നിന്നെ കൈവിട്ടുപോയി. ഇപ്പോൾ നീ ഒറ്റയ്ക്ക് നിൽക്കുക. എന്നാൽ ദൈവം പറയുക, നിന്റെ ലൈഫിൽ വന്ന ഒറ്റപ്പെടലിന്റെ നടുവിൽ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പോവാം. എത്ര പേർക്ക് ഇന്ന് രാവിലെ മനസ്സിലാകുന്നുണ്ട്, നിന്റെ അടുക്കൽ ദൈവം നിന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പോവാം. ദൈവം അടുക്കൽ നിന്ന് അനുഗ്രഹിച്ച ചരിത്രം ബൈബിളിലുണ്ട്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റപ്പെട്ട ഒരു വനത്തിൽ അകപ്പെട്ടു. ഒരു കല്ലെടുത്ത് തലയിണയിൽ വെച്ച് അവൻ കിടന്നുറങ്ങുമ്പോൾ സ്വന്തം വീട് അവന്റെ മുമ്പിൽ അടയപ്പെട്ടു. തന്റെ സഹോദരൻ തന്നെ കൊല്ലാൻ വൈരാഗ്യബുദ്ധിയുടെ അടുത്ത് വരുമ്പോൾ അവന്റെ തലയ്ക്ക് മുകളിൽ സ്വപ്നതലത്തിൽ അവനൊരു കാഴ്ച കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു ഗോവേണി താഴേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുക. യാക്കോബേ, നിനക്ക് കാണത്തക്ക അകലത്തിൽ ദൈവം നിപ്പുണ്ട്. ഇനി ഇച്ചിരൂടെ കയറി പറയാം. സ്തോത്രം. ഇന്നെന്റെ ദൈവം നിന്നോട് സംസാരിക്കുക. കാണത്തക്ക അകലത്തിലല്ല, നിന്റെ അടുക്കൽ വന്ന് നിന്റെ തലയിൽ കൈവച്ച് നിന്നെ അനുഗ്രഹിക്കത്തക്ക രീതിയിൽ ദൈവം നിന്നോട് അടുത്ത് നിന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പോവാം. എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്നോട് അടുത്തു വന്ന് എന്നെ അനുഗ്രഹിക്കണമേ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പലരും ഞങ്ങളെ വെറുക്കുമ്പോൾ, പലരും ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങളെ അടുത്തു വന്ന് നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേ അവരെ അടുക്കൽ ചെന്ന് നിന്ന് അവരെ അനുഗ്രഹിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. നിന്റെ അരികിൽ വന്ന് നിന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവം. ഗോഡ് ബ്ലസ് യു.